ഒരു ഇന്നോവൻ്റെ റിയറിലെ എ സിൻ്റെ യുവാബേട്ടൻ ഉണ്ടോ കൂളിംഗ് ഓയിൽ എന്നൊക്കെ പറയും. ഇന്നോവ ഫോർച്യൂണർ ഒക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയറിലെ എ സിക്ക് എയറിൻ്റെ ഫ്ലോ കുറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം അഴിച്ച് ക്ലീൻ ചെയ്യണം. അത് എയറിൻ്റെ ഫ്ലോ കുറയാനുള്ള കാരണം ഒരു ബാഡ് സ്മെല്ല് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ബ്ലോക്ക് ആവും. ഇതുണ്ടോ അഴുക്ക് കയറിപ്പിടിഞ്ഞ് ഇപ്പോൾ കുറവാണ് ഇത് ഇതിൽ ലീക്ക് ആയതുകൊണ്ട് മാറിയില്ല കേട്ടോ. ഇതേപോലെ നല്ലപോലെ അഴുക്ക് കയറി പിടിച്ചാൽ എയറിൻ്റെ ഫ്ലോ കുറയും, ഒരു സ്മെല്ലും കാര്യങ്ങളും അതായത് പൊടീൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സാധനം അഴിച്ച് ക്ലീൻ ചെയ്യുക. ഇനി നല്ലപോലെ കാലപ്പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിൻസും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാവും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ അത് അതിന് ക്ലീൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ കുറച്ച് കാലമല്ല കുറച്ച് പെട്ടെന്ന് ലീക്കാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതുവരെ മാറിയിട്ടില്ല നല്ലപോലെ കാലപ്പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാറിക്കളയാവും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാഡ് സ്മെല്ലും പോവും, എയർ ഫ്ലോ നല്ല കിട്ടും ചെയ്യും. വെച്ച് കഴിഞ്ഞാൽ കൂളിങ്ങും കാര്യങ്ങളും വരും.